പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനു തന്റെ അച്ചമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന് വേണ്ടി ഒടുവിൽ പോയിരിക്കുകയാണ് അമ്മ വീട്ടിലേക്ക്. പക്ഷേ അവിടെ വെച്ച് പുതിയ പ്രശ്നങ്ങളാണ് മീനുവിന് നേരിടേണ്ടി വരുന്നത്. മീനുവിനെയും മീനുവിൻ്റെ അച്ഛനെയും മീനുവിൻ്റെ അമ്മയായ പാർവതിയുടെ വീട്ടുകാർക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. മാത്രവുമല്ല, ബർത്ത്ഡേ ആഘോഷത്തിനിടയിൽ മീനുവിൻ്റെ അച്ഛനെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും നടക്കുന്നു. അപ്രതീക്ഷിതമായ അവരുടെ ആക്രമണം മീനുവിൻ്റെ അച്ഛനെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ മീനു അച്ഛനെ ഉപദ്രവിച്ചത് ആരാണ് എന്ന് അറിയാൻ ശ്രമിക്കുന്നുവെങ്കിലും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കേണ്ട എന്ന് വ്യക്തമാക്കുന്ന മീനുവിൻ്റെ അമ്മ ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകാമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ ഒടുവിൽ മീനു മനസ്സില്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറാവുകയാണ്. മാത്രവുമല്ല, ഇതിനിടയിൽ മീനുവിൻ്റെ ജോലിയെ അപമാനിച്ചുകൊണ്ട് അവർ സംസാരിക്കുകയും ചെയ്യുന്നു. ഇതും മീനുവിന് വളരെ വലിയ ഇൻസൾട്ടായിട്ടാണ് തോന്നുന്നത്. പക്ഷേ എതിർത്ത് സംസാരിക്കാൻ ഇപ്പോൾ തനിക്ക് വോയിസ് ഇല്ല എന്നും അമ്മ തന്നെ തടയുകയാണ് എന്നും മനസ്സിലാക്കുന്ന മീനു ഇതേ തുടർന്ന് തിരികെ വീട്ടിലെത്തിയതിനെ തുടർന്ന് പാർവതിയോട് ദേഷ്യപ്പെടുകയാണ്. അമ്മ തടഞ്ഞതുകൊണ്ട് മാത്രമാണ് അവർ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ഞാൻ നോക്കി നിന്നത്. എൻ്റെ പ്രൊഫഷനെയാണ് അവർ കളിയാക്കിയത്. എന്തിനാണ് ഞാൻ അവരെ പേടിച്ച് ജീവിക്കുന്നത്? എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് പാർവതി തൽക്കാലത്തേക്ക് നീയൊന്ന് അടങ്ങു മീനു എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം തനിയെ ശരിയാകും. നീ വെറുതെ പ്രശ്നങ്ങൾ വലിച്ചുവാരി ഉണ്ടാക്കരുത്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളില്ലേ? ഇനിയും എന്തിനാണ് മറ്റുള്ളവരെ കൂടി വെറുപ്പിക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അപ്പോൾ അച്ഛനെ ഉപദ്രവിച്ചതോ അതെല്ലാം കണ്ണടച്ച് കണ്ടു നിൽക്കണോ? മാത്രവുമല്ല, മാമന്മാരെ ഒന്നും തനിക്കിപ്പോൾ വിശ്വാസമില്ല എന്നും എല്ലാവരും ചതിയന്മാരാണ് എന്ന് പറയുകയും ചെയ്തു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് മീനു. ഇനി ഒരിക്കലും അമ്മയുടെ വീട്ടിലേക്ക് വരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരെല്ലാവരും നമ്മളെ വെറുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇനി നമ്മളായിട്ട് അവിടേക്ക് പോകുന്നത് എന്ന് മീനു ചോദിക്കുകയും ചെയ്യുന്നു. മീനുവിൻ്റെ ചോദ്യത്തിന് പിന്നിൽ ന്യായമുണ്ട് എന്നുള്ള കാര്യം അറിയാവുന്ന പാർവതി പക്ഷേ കുറച്ച് രഹസ്യങ്ങൾ മീനു അറിയാതെ ഒളിപ്പിച്ചു വെക്കുന്നത് അവൾ അറിയുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റി ആലോചിച്ചുകൊണ്ട് ഭയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിൽ ശിവരഞ്ജിനിയുമായുള്ള ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തയ്യാറാവുകയാണ് മീനു. ഇതിൻ്റെ ഭാഗമായി ഫുഡ് ATM തുറക്കാനും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. നല്ലൊരു ബിസിനസ്സാണ് ഇതെന്ന് വ്യക്തമാക്കുന്ന ശിവരഞ്ജിനി കാര്യങ്ങൾ ഇനി മീനുവാണ് നോക്കി നടത്തേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു. ഞാനൊരു എംപ്ലോയി മാത്രമാണ് എന്ന് അറിയിക്കുന്ന മീനു ബാക്കി എല്ലാ കാര്യവും മാനേജ് ചെയ്യുന്നത് മാഡം തന്നെ ആയിരിക്കണം. എനിക്ക് ഇവിടെ വർക്ക് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. മീനുവിൻ്റെ സ്വഭാവം ശിവരഞ്ജിനിക്ക് ഒടുവിൽ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയാണ്. അവളുടെ പാചകവും അതുപോലെ തന്നെ സ്വഭാവവും അടിപൊളിയായത് നല്ലൊരു കാര്യമാണ്. അവൾ തൽക്കാലത്തേക്ക് നമ്മുടെ കൂടെ തന്നെ നിൽക്കട്ടെ എന്നും അവൾ നമ്മുടെ കമ്പനിക്ക് വളരെയധികം ഗുണം ചെയ്യും എന്നുള്ള കാര്യവും അറിയിച്ചിരിക്കുകയാണ്. ഇതേസമയം പാർവതിയാകട്ടെ ശിവരഞ്ജിനിയുമായി കൂടുതൽ അടുക്കുകയാണ്. മീനു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഭയപ്പെട്ടു പോവുകയാണ്. താൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കുമോ എന്ന് ചിന്തിച്ച് തുടങ്ങുകയും ചെയ്യുന്നു. അനിഷ്ട സംഭവങ്ങൾ നടക്കുകയാണ് എങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം മുന്നിലേക്ക് തുറന്നു വരാൻ സാധ്യതയുണ്ട് എന്നും അത് തൻ്റെ കുടുംബത്തെ തന്നെ മോശമായി ബാധിക്കും എന്നുള്ള കാര്യവും മനസ്സിലാക്കുകയാണ്
പാർവതി അതുകൊണ്ട് തന്നെ സത്യങ്ങൾ പുറത്തു വരാതിരിക്കുന്നതിനു വേണ്ടി ശിവരഞ്ജിനിയിൽ നിന്നും എങ്ങനെയെങ്കിലും അവളെ അകറ്റണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്ന പാർവതി നേരിട്ട് പോയി എതിർക്കുകയാണ് എങ്കിൽ അത് അവൾ കേൾക്കാൻ തയ്യാറാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതേ തുടർന്ന് ഇനിയും ഇങ്ങനെ ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നും എത്രയും പെട്ടെന്ന് തന്നെ ഒരു വിവാഹം കഴിച്ച് നല്ലൊരു കുടുംബജീവിതം നടത്തുകയല്ലേ മീനു ഇനി ചെയ്യേണ്ടത് എന്ന് പാർവതി ചോദിക്കുന്നു. അമ്മ ചോദിക്കുന്നത് കേൾക്കുന്ന മീനു എനിക്കിപ്പോൾ വിവാഹം വേണ്ട, അത് ഞാൻ എടുത്ത തീരുമാനം തന്നെയാണ്. എനിക്ക് എൻ്റെതായ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്, അത് ഞാൻ എത്തിപ്പിടിച്ചതിനു ശേഷം സമയമുണ്ട് എങ്കിൽ വിവാഹത്തിന്റെ കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാവുന്നതാണ്. ഇനി എനിക്ക് ആരെയെങ്കിലും ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ അമ്മയോട് പറയാനും മടിക്കുകയില്ല. എന്താ അതുപോലെ? ഇത് കേട്ടതിനെ തുടർന്ന് പാർവതി എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് പോവുകയാണ്. ഇതിനിടയിൽ പാർവതി തൻ്റെ ഭർത്താവ് പഴയ കാര്യങ്ങളെല്ലാം തുറന്നു പറയുമോ എന്ന് മനസ്സിൽ ആലോചിക്കുകയും മാത്രവുമല്ല കാര്യങ്ങൾ ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ എന്താകും അവസ്ഥ എന്ന് ആലോചിച്ചുകൊണ്ട് വീണ്ടും ടെൻഷൻ അടിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് പാർവതിയുടെ സംശയങ്ങളും അതുപോലെ തന്നെ ടെൻഷനും കൂട്ടുന്നതിനായി പുതിയ അതിഥികൾ കടന്നു വരുന്നത്. മീനു അറിയാത്ത സത്യങ്ങളെല്ലാം ഇതോടെ പുറത്തു വരുമോ എന്നുള്ള ഭയം ഉണ്ടായതിനെ തുടർന്ന് മീനുവിനെ എല്ലാരിൽ നിന്നും അകറ്റി നിർത്താനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. പക്ഷേ അമ്മയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് മീനു കാര്യങ്ങൾ ചോദിക്കുന്നതിനായി മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്തതിനെ തുടർന്ന് മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് പാർവതി. ഇതേ തുടർന്നാണ് പാർവതി തൻ്റെ പെറ്റമ്മയല്ല പോറ്റമ്മയാണ് എന്നുള്ള കാര്യം മീനു തിരിച്ചറിയുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.